റബ്ബ് പറയുന്നു വലനബുലുവക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കൽപ്പനയുടെ വാക്കാണ് റബ്ബ് പ്രയോഗിച്ചത്. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നന്നായി എന്ന് കരുതി അള്ളാഹുവിന്റെ ദീനിൽ തൃപ്തിപ്പെട്ട് ദീനിന്റെ മടുക്കഷണങ്ങളായി ജീവിച്ചാൽ പരീക്ഷണങ്ങൾ ഇല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടത്? എന്തിനാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചറബിന് വേണ്ടി യുദ്ധം ചെയ്തവർ ഷഹീദായത്? അതുകൊണ്ട് തന്നെ വലനബുലുവക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശ്ശരി, തിന്മ കൊണ്ട്, ബുദ്ധിമുട്ടുകളെ കൊണ്ട്, നിങ്ങൾക്കുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. തൊട്ടടുത്ത വാക്കിൽ റബ്ബ് പറയുന്നു വൽ ഖൈരി ഫിത്നതൻ, ഖൈർ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഉരുൾപൊട്ടലും പ്രളയവും മാത്രമല്ല പരീക്ഷണം. ഇതൊന്നും ബാധിക്കാതെ മനസ്സമാധാനത്തോടുകൂടി സ്വന്തം വീട്ടിൽ ജീവിക്കലും പരീക്ഷണം തന്നെയാ. പട്ടിണി കിടക്കലും മാത്രമല്ല പരീക്ഷണം. വയറു നിറച്ച് ഭക്ഷണം കിട്ടലും റബ്ബിന്റെ ഒരു പരീക്ഷണം തന്നെയാ. ആരോഗ്യമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കലല്ല പരീക്ഷണം. ആരോഗ്യത്തോടുകൂടി ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കാൻ പറ്റലും റബ്ബിന്റെ പരീക്ഷണമാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു വഇലൈനാ തുർജഊൻ, നിങ്ങളൊക്കെ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനുള്ളവരാണ്. ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും അല്ലാഹു തആല